സംസ്ഥാനത്ത് ചൂട് തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. ഇടുക്കി, വയനാട് ഒഴികെ 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരാനും സാധ്യതയുണ്ട്. സൂര്യതാപ സാധ്യത കൂടുതലെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ഇന്നലെ കൊല്ലത്തും പട്ടാമ്പിയിലും വയോധികർ മരിച്ചത് സൂര്യാഘാതമേറ്റെന്നാണ് സംശയിക്കുന്നത്. കൊടും ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനം സ്വയം ലോക്ഡൌൺ പാലിക്കണമെന്ന് സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ പുറത്തിറങ്ങാതെ സെൽഫ് ലോക്ഡൌണിലേക്ക് കടക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊടും ചൂടിന് ആശ്വാസമായി ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. അങ്ങനെ ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനത്തും. ചൂട് തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്. 12 ജില്ലകളിലാണ് ഇന്നും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാധാരണ താപനിലയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെയാണ് താപനില ഉയരാനുള്ള സാധ്യത ഉള്ളത്. അതിനാൽ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നവരൊക്കെ ജാഗ്രതയോടെ തന്നെ ഇരിക്കുക എന്നൊരു മുന്നറിയിപ്പാണ് നൽകാനുള്ളത്. സൂര്യതാപ സാധ്യതയൊക്കെ കൂടുതലാണ് ഉള്ളത്. അതേസമയം തന്നെ കൊല്ലത്തും പട്ടാമ്പിയിലും അടക്കം വയോധികർ ഇന്നലെ മരിച്ച ഒരു വാർത്ത പുറത്തു വന്നതോ അത് സൂര്യാഘാതമേറ്റെന്നാണ് എന്തായാലും സംശയം ഉണ്ടാകുന്നത്. കൊടും ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളെല്ലാവരും സ്വയം ലോക്ഡൌൺ പാലിക്കണമെന്ന ഒരു അഭ്യർത്ഥനയാണ് സർക്കാർ ജനങ്ങളോട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ പുറത്തിറങ്ങാതെ തന്നെ സെൽഫ് ലോക്ഡൌണിലേക്ക് കടക്കണമെന്നും മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത്രയ്ക്ക് ചൂടാണ് പുറത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊടും ചൂടിന് ആശ്വാസമായി ബുധനാഴ്ച ചിലപ്പോൾ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. 29-ാം തീയതി 4 ജില്ലകളിൽ മഴ സാധ്യത കണക്കിലെടുത്ത് യെല്ലോ അലർട്ടും പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാലും കൊടുംചൂടിന് ആശ്വാസമായി വേനൽ മഴ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.